കോതമംഗലത്തെ ആദിവാസി ജനതയുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിനെയും ആദിവാസി ഊരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്ലാവന പാലമാണ് യാഥാർത്ഥ്യമാകുന്നത്. പാലത്തിനായി സർവേ നടപടികൾ ആരംഭിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 2ാം വാർഡും ആദിവാസി മേഖലകളിലേക്കുള്ള ഏക കടത്തുമാണ് ബ്ലാവന. ബ്ലാവനയിൽ ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി തേര ആദിവാസി കുടിയിലുള്ളവരും പ്രദേശവാസികളായ ചിലരും 2016 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് 2020 നവംബറിൽ ജസ്റ്റിസ് എൻ നഗരേഷ് മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് 1 മാസത്തിനകം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ പാലത്തിന്റെ അനുമതിക്കായുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടിയന്തരമായി പാലം പണി ആരംഭിക്കണമെന്നും ഉത്തരവിട്ടു. എന്നാൽ പാലത്തിന്റെ ഇരുകരകളിലും പുഴയിലുമായി 10 സെന്റിമീറ്റർ വ്യാസത്തിൽ 8 ബോർഹോളുകൾ അടിക്കാൻ വനം വകുപ്പ് അനുമതി നൽകാതിരുന്നതോടെ പാലം പണി അനിശ്ചിതത്വത്തിലായി. 2024 ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചതോടെയാണ് പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്കായി 8,93,000 രൂപ കെട്ടിവെച്ച് വിവരം കോടതിയെ അറിയിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് ഈ തുക കെട്ടിവെച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ പാലം പണിയുന്നതിനായുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഈ 2ാം വാർഡായ കല്ലേരിമേട്. അവിടെ ഒരു പാലം വേണമെന്നുള്ളൊരാവശ്യമായിട്ട് ആദിവാസി ഉന്നതിയിലെ മൂപ്പന്മാരടക്കം 2016 കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് 2020 1 മാസത്തിനുള്ളിൽ ആ പാലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നടപടികൾ ആരംഭിക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ട് അത് PWD സമയബന്ധിതമായിട്ട് നടപടികളിലേക്ക് കടന്നു. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിലേക്ക് പോകാനായിട്ട് ഒരു കരയിൽ 2 ബോർഹോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വ്യാസത്തിൽ, മറ്റേ കരയിലും 2 ബോർഹോൾ, നടുക്ക് 4 ബോർഹോൾ, അങ്ങനെ 10 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ 8 ബോർഹോൾ അടിക്കാനായിട്ട് 5 വർഷമായിട്ട് വനംവകുപ്പ് അനുമതി കൊടുത്തിട്ടില്ല. എന്നിട്ട് 2024 വീണ്ടും ഈ ആദിവാസി സഹോദരങ്ങളടക്കം നമ്മൾ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ട് ആ മാറ്റർ എടുത്തു. എന്നിട്ട് 8,93,000 രൂപ ചീഫ് സെക്രട്ടറിയോട് ഇതിൻ്റെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി കെട്ടിവെക്കാൻ പറഞ്ഞു. അത് കെട്ടിവെച്ചിട്ട് തന്നെ 3 മാസമായി, എന്നിട്ടും നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം നിയന്ത്രണത്തിൽ തന്നെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തേര, കുഞ്ചിപ്പാറ, മീൻകുളം, മാപ്പിളപ്പാറ, ചേമ്പുംകണ്ടം, പെട്ടിവര ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾക്കും കല്ലേലിമേട് നിവാസികൾക്കും ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നതിനുള്ള ഏക മാർഗമാണ് ബ്ലാവനക്കടവിലെ ജങ്കാർ സർവീസ്. രാത്രികാലങ്ങളിൽ കടത്തില്ലാത്തതിനാലും രാത്രികാലങ്ങളിൽ കടത്തില്ല. ബ്ലാവനക്കടവിൽ ഒരു പാലം പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് കാലപ്പഴക്കമേറെയുണ്ട്. ജനം, കൊച്ചി.